ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ചേട്ടൻ പറയാ നമുക്കൊന്നും പണിയില്ലെന്ന്, അടുക്കള ജോലി വലിയ കാര്യമൊന്നുമല്ലെന്ന്. അപ്പം ഞാനിന്ന് രാവിലെ എഴുന്നേറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് ചായയൊക്കെ ഇട്ട് എനിക്ക് തന്നു. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ പാചകവും എല്ലാം ഉണ്ട് കേട്ടോ, വാചകവും എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ മോനൊരു ആഗ്രഹം, സാറ്റ് കളിക്കുന്നത്. എന്തൊരു പരിപാടിയൊക്കെയാണെന്ന് ഓർത്തു. ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ 1, 1, 2 എന്ന് എണ്ണിക്കുന്നത് എങ്ങനെയുണ്ട്? അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. കണ്ടാ അതിനകത്ത് കളർ തോന്നുന്നില്ല അല്ലേ? ഇവിടെ പക്ഷെ നല്ല കളറായിരുന്നു. വിശേഷങ്ങൾ. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കിനി വീഡിയോയിലോട്ടൊക്കെ പോയേക്കാം. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണേ. അപ്പം ഞങ്ങൾ കഴിക്കട്ടോ കേട്ടോ. അതെ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ്, അപ്പൊ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ മത്തി കുഞ്ഞുങ്ങളെ റെഡിയാക്കിയെല്ലാം വെച്ചിട്ടാ പോയത് അടുപ്പത്തോട്ട്. അപ്പൊ അതെല്ലാം ഓക്കെ ആയിട്ടിരിക്കുവാന്ന് തോന്നുന്നു, നോക്കണം. അന്നേരം ആരോ വരുന്ന ഒച്ച, വണ്ടിയുടെ. നോക്കട്ടെ. അപ്പൊ നമ്മുടെ മത്തിക്കറി ആരാണെന്നോ കൊച്ചായിരുന്നേ. വണ്ടി വരുന്ന ഒച്ച കേട്ടോണ്ട് ഞാൻ നിർത്തിയിട്ട് പോയതാ. മോനായിരുന്നു, അവന് ചുങ്കം വരെ ഒന്ന് പോയായിരുന്നേ. അപ്പം വന്നതാ. അപ്പൊ നമ്മുടെ മത്തിക്കറി നോക്കാം നമുക്ക് എല്ലാം ഉണ്ടോന്ന് കേട്ടോ. എല്ലാം ഉണ്ട്, പുളിയും ഉപ്പും എല്ലാം പാകത്തിനാണേ. ഞാൻ രക്ഷപ്പെട്ടേ. അങ്ങനെ മത്തിക്കറി ഓക്കെ ആയി. മാങ്ങയിട്ട വെച്ചേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞുമത്തി ആയോണ്ട് മാങ്ങയിട്ട് തേങ്ങ അരിച്ച് വെച്ചു. അപ്പൊ ആ കറി ഓക്കെ ആയോ, ചോറും ഓക്കെ ആയോ? പിന്നൊരു രസമുണ്ട്. നമ്മുടെ വീട്ടമ്മമാരെല്ലാരും കൂടെ ഒത്തുചേർന്നേ. എന്റെ ചേട്ടൻ ഇന്നലെ രാത്രി പറയുവാണേ, അടുക്കളപ്പണിയൊക്കെ എളുപ്പമുള്ള കാര്യമാണ്, എങ്ങനെ നമുക്ക് ദേഷ്യം വരാതിരിക്കും. ഞാൻ പറഞ്ഞേ, നാളെ ഞാൻ എഴുന്നേക്കത്തില്ല രാവിലെ. അതുകൊണ്ട് 7 മണിയാകുമ്പോ രാവിലെ. അപ്പൊ എന്നോട് എഴുന്നേക്കേ വേണ്ട നീന്ന്, ഞാൻ എല്ലാം ചെയ്തോളാം. ഞാൻ പറഞ്ഞു ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞു. രാവിലെ പുറംപണി ചെയ്യാൻ ചേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, ഭയങ്കര മിടുക്കന. പക്ഷെ അടുക്കളയിലെ പണി ഒന്നും അറിയത്തില്ല, ഒരു വക അറിയത്തില്ല. ടേസ്റ്റൊക്കെ നോക്കാൻ വരും, അത്രേ ഉള്ളൂ. അന്നേരം രാവിലെ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, ഞാൻ എഴുന്നേറ്റില്ലേ. നമുക്ക് നല്ല ഉത്തമമായ ഒരു വീട്ടമ്മയ്ക്ക് എഴുന്നേക്കാതിരിക്കാൻ തോന്നുമോ? പക്ഷെ ഞാൻ അതങ്ങനെ വാശി വെച്ച് കിടന്നു. ആദ്യം കൊച്ചിന് പാലൊക്കെ തിളപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞ് ചായ വെച്ച് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പതുക്കെ തട്ടുമുട്ടൊക്കെ അടുക്കള കേൾക്കാവേ, പതുക്കെ എഴുന്നേറ്റ് വന്നു. ഞാൻ ചിരിച്ചോണ്ട് എഴുന്നേറ്റ് വന്നു, ചേട്ടനും ചിരി വന്നു. എന്നിട്ട് ഞാൻ നേരെ പല്ല് തേക്കാൻ പോയി. ഞാൻ പറഞ്ഞു, പല്ല് തേച്ച് വരുമ്പോൾ എനിക്ക് ചായ തന്നേക്കണം എന്ന് പറഞ്ഞു. എപ്പോഴാ തട്ട് കിട്ടുന്നെന്ന് അറിയത്തില്ല. ഞാൻ ചായ വെച്ചല്ലോ, തരാലോ. പല്ല് വെച്ച് വന്ന് ഞാൻ കസേര വന്നിരുന്നു, ചായ തന്നു. ചായ തന്നപ്പോ ഇല്ലേ, കഷായം പോലെ കുറച്ച് ഔൺസായിട്ട് ഇത്ര ഉണ്ടായിരുന്നു ആകെ ചായ. ഇത്ര, അതായത് എന്നാ പറ്റിയെന്നറിയാം, ചായ സൂപ്പറായിരുന്നു. അളവറിയത്തില്ല, അളവിട്ട് വന്നപ്പോ തെറ്റിപ്പോയി. അതിനൊരു അളവ് പറയാം എന്നോടെ. അതെ, ചായ ഒത്തിരി ഒന്നും നിറച്ചു കുടിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എന്നും അങ്ങനെ അല്ലല്ലോ, എനിക്കൊരു ഗ്ലാസ് ചായ വേണം എനിക്കെന്ന് പറഞ്ഞു. ചേട്ടൻ എന്നിട്ട് ചേട്ടൻ്റെ അതിനകത്തോട്ട് കുറെ കൂടെ എൻ്റെ അതിനകത്തോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നീ ഇത് കുടിച്ചില്ല, ഞാൻ കമത്തിക്കളയുന്നു. ഞാൻ പറഞ്ഞു, ശരി, അന്ന് എൻ്റെ അതിനകത്തോട്ട് ഒഴിച്ച് കമത്തണ്ടെന്ന് പറഞ്ഞു. എപ്പോഴും കുടിക്കുന്നതൊന്നും ഇല്ലായിരുന്നു, ഇത്തിരി ഉള്ളായിരുന്നു. കാരണം അളവറിയത്തില്ല, സമ്മതിച്ചേർത്തില്ലല്ലോ ഒന്നും. ആണുങ്ങളൊന്നും സമ്മതിച്ചേർത്തില്ലല്ലോ, അളവറിയത്തില്ല എന്നിട്ടാന്നൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി ചായ അത് മതി എനിക്കെന്ന് പറഞ്ഞു. ചായ വെച്ച് കുടിച്ചു. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ടൗണിലോട്ട് പോയിക്കാൻ ഞാൻ അതാ അത്രയും പറഞ്ഞതേ. അത് കഴിഞ്ഞ എന്നോട് ചോദിച്ചു, ഞാൻ പറയുന്നത് പുട്ട എളുപ്പമാന്ന് പറഞ്ഞേ.
ഞാനിന്ന് ഒന്നും ചെയ്യത്തില്ല, എല്ലാം ചെയ്തു. അടുക്കളപ്പണി ഈസിയാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് എല്ലാം ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ച് പുട്ട് അല്ല കടല ഞാനിപ്പോൾ രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. കടലയൊക്കെ വലിയ അതുപോലെ കഴുകുന്ന എടുക്കുന്നുണ്ടേ, അറിയത്തില്ലെന്നേ, എടുക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞിട്ട് കുക്കർ എന്തിയേ തന്നെ അറിയാം, ഞാനൊന്നും മിണ്ടുന്നില്ലേ. കുക്കർ എടുത്തു, കുക്കർ കഴുകണ്ടേടി. ഞാൻ പറഞ്ഞു കഴുകാതാണോ എല്ലാം വെക്കുന്നത് ഒന്നും പറഞ്ഞ് കഴുകി കഴിഞ്ഞ് കടല കുക്കറിനകത്തോട്ട് ഇട്ടു കഴിഞ്ഞിട്ട് വെള്ളം എത്ര ഒഴിക്കണമെന്നോ ഒന്നും അറിയത്തില്ല. എന്നോട് ചോദിച്ചു വെള്ളം എത്ര ഒഴിക്കണ്ട, നിറച്ചൊഴിച്ചേക്കട്ടെ. ഞാൻ ഒന്നും പറഞ്ഞു തരത്തില്ല, ഇഷ്ടമുള്ള പോലെ എല്ലാം. അടുക്കളപ്പണി ഈസി അല്ലേ, എന്നാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. ലാസ്റ്റ് കടല അവിടെ വെച്ചു. ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു. അപ്പൊ ചേട്ടൻ ടൗണിൽ നിന്ന് വിളിച്ചായിരുന്നേ. അപ്പം ഞാനൊരു അരിപ്പയുടെ കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, തേയിലയുടെ അരിക്കുന്ന അരിപ്പയില്ലേ, അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏത് ടൈപ്പ് വേണമെന്നും പറഞ്ഞ് വാട്സപ്പ് കോൾ വിളിച്ചതായിരുന്നു. എന്നിട്ട് കടല ഉണ്ടല്ലോ, കടല വെച്ച് വെള്ളം ഒഴിക്കാൻ അറിയത്തില്ലല്ലോ, പതുക്കെ ട്യൂൺ ചെയ്ത് അവിടെ വെച്ചു. ഞാൻ പറഞ്ഞു ചെയ്തോ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടൈം ടേബിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇവരൊക്കെ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരത്തില്ലേ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇനി ചെയ്തോളാം, അടുക്കളപ്പണി എല്ലാം ഈസി അല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ എന്ന് ചോദിച്ചു. പിന്നെ സമ്മതിക്കത്തില്ല, ഒരു കുഴപ്പമില്ല, നമ്മൾ എന്നാ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു ഇന്ന് രാവിലെ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഒരലമാരി ഞങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ അടുക്കള ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ട് ചേട്ടൻ അലമാരിയൊക്കെ റെഡിയാക്കി അതിനകത്ത് എന്തൊക്കെയാ വെക്കേണ്ടതെന്ന്. അപ്പൊ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ 10 പ്രാവശ്യം വിളിക്കും ഓരോ കാര്യത്തിന്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ വരത്തില്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു. നമ്മൾ 100 പ്രാവശ്യം അടുക്കള ചെയ്തുകൊണ്ടിരിക്കുമ്പം പോകുമ്പോഴത്തേക്കും നമ്മുടെ ജോലി പെൻഡിങ് അല്ലല്ലേ. പിന്നെ അവിടെ നിന്നെല്ലാം തന്നെ അടുക്കി പെറുക്കിയെല്ലാം വെച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അലമാരി കാണിച്ചില്ലല്ലോ, കാണിച്ചു തരാവേ. അപ്പൊ ഇപ്പൊ ഞാനിവിടെ മത്തിക്കറി വെച്ചു. പിന്നെ എന്നായിരുന്നു, മെഴുക്കുവരട്ടി നമുക്ക് വെക്കാം, മെഴുക്കുവരട്ടി. പിന്നെ നമ്മുടെ ചക്കവേൽ ഇരിപ്പുണ്ടല്ലോ, ഇന്നലെ കിടങ്ങറയെന്നല്ലായിരുന്നു ഞങ്ങൾ. എന്ത് രസമായിരുന്നെന്നറിയാവോ അവിടെ. അവിടുത്തെ എനിക്ക് തണ്ണിമത്തങ്ങയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യപ്പ സ്വാമി, ഇത് കണ്ടോ. ഞാൻ ചെല്ലുമെന്ന് പറയുമ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തങ്ങ. ചേട്ടനും ഇവിടുത്തെ ഇളയ സന്താനത്തിനും ഭയങ്കര ഇഷ്ടമാണ്. അതിന് തണ്ണിമത്തങ്ങയൊക്കെ കടയിൽ ഇഷ്ടംമാരി ഉണ്ടല്ലോ, എല്ലാം എടുത്ത് വെക്കുമല്ലോ. എനിക്കെടുത്ത് വെച്ചതാ ബാഗിനകത്ത് തണ്ണിമത്തങ്ങ. പിന്നെ ഒത്തിരി നിർബന്ധിച്ചു മീൻ കൊണ്ടുപോകാൻ, ഉണക്കമീൻ. ഇവിടെ കൊണ്ടുവന്നിട്ട് ആരും കൂട്ടാനോ, ഞാൻ മാത്രം. ഈ ചെറുക്കന് താല്പര്യമില്ല, മൂത്തവന് ഭയങ്കര ഇഷ്ടമാണ്, അവനിപ്പോൾ ഇല്ലല്ലോ. പിന്നെ ചേട്ടനും കൂട്ടത്തില്ല. ഒത്തിരി ഇവർക്കൊക്കെ ഇനിയിപ്പോൾ നോക്കണ്ടേ പ്രഷറിൻ്റെയും ഇതുമൊക്കെ. അതുകൊണ്ട് ഉണക്കമീനൊന്നും ഞാൻ അങ്ങനെ വെക്കാറില്ല. ഞാൻ കൂട്ടും, എനിക്ക് വേണ്ടി മാത്രം എന്ത് കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞു എൻ്റെ വിജു എനിക്ക് വേണ്ടടി, എനിക്ക് വേണമെങ്കിൽ ഞാൻ പണ്ടൊക്കെ എന്നെ എടുത്തോണ്ട് വരുമായിരുന്നു. അപ്പോൾ കപ്പ എടുത്തോണ്ട് കൂടി എന്നാ അതൊക്കെ എടുത്തോണ്ട് പോകണം എന്നുള്ള ഇതാ പറയുന്നതെന്നറിയാമോ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഞാൻ ഇത് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു, തണ്ണിമത്തങ്ങ. പിന്നെ തണ്ണിമത്തങ്ങ ഇത് ഒരു ലെമൺ. നമ്മുടെ ഇവിടെ സോഡ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ ഫിൽക്കയോ അങ്ങനെ കണ്ടോ. ഇതുണ്ടോ മാംഗോടെ, ഇതിന്റെ പല ഫ്ലേവർ ഉണ്ട്. അപ്പൊ ഇത് കുടിച്ചപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പൊ ഇത് ഞങ്ങൾ എടുത്തോണ്ട് വന്നു. വട്ടർ, പണ്ടത്തെ സോഡയില്ലേ, ഇത് വട്ടർ. അതിനകത്ത് കണ്ടോ ഇങ്ങനെ അമക്കിയിട്ട്. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഈ കട കേട്ടോ, അവിടെയൊക്കെ ഇതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എത്രയോണം വേണമെങ്കിലും എടുത്തോണ്ട് നോക്കാൻ. ഞങ്ങൾ 2 എണ്ണം എടുത്തോളൂ, കാരണം മതിയല്ലോ, എന്തിനും ഇതിനും വേണ്ടി എടുത്തോണ്ട് വരേണ്ട കാര്യം. അപ്പം അതെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെടുത്ത് കൊച്ചിന് കോളേജിൽ നിന്ന് വന്നപ്പോൾ അവനത് കുടിച്ചു. അങ്ങനെ എന്തൊക്കെ വേണമെന്നോ വെച്ചാൽ എല്ലാം എടുക്കാൻ ഞങ്ങൾ 3 പേരും അങ്ങനെ കേട്ടോ. മറ്റവളുടെ അവിടെ ചെന്നാലും ഇത് തന്നെ. ഇവിടെ അവർ 2 പേരും വന്നാലും എന്താന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോവുക. ഞങ്ങൾ സാരി മാറുക. എനിക്ക് സാരി പ്രാന്തില്ലല്ലോ, എനിക്ക് സാരി ഒന്നും ഉടുക്കാൻ അറിയത്തില്ല. അപ്പം എൻ്റെ സാരി ആണെങ്കിൽ ഈ ഓരോ കല്യാണത്തിനൊക്കെ പുതിയ വാങ്ങിക്കുക, അതെല്ലാം ചിലപ്പോൾ ഞാൻ അലമാരി നോക്കുമ്പോഴായിരിക്കും എൻ്റെ ആ സാരി എന്ത്, അപ്പോഴായിരിക്കും അത് കിടങ്ങറയില്ല, അത് ആലപ്പുഴ എന്നൊക്കെ പിന്നെ എനിക്ക് ക്ലിക്കാവുന്നത്. അത്ര പോലും ഞാൻ തിരക്കാറ് പോലും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നപ്പം എന്തായിരുന്നു, ഓരോന്ന് 2 പേരും എടുത്തുകൊണ്ട് പോകും, സെറ്റ് അങ്ങനെയുള്ളതെല്ലാം. എനിക്ക് പിന്നെ ആ പ്രാന്തില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല. അവർ 2 ആണ് സാരിയൊക്കെ ഇഷ്ടം മാറി കൊടുക്കുന്നത്. പിന്നെ അപ്പം ഇന്നലെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് അവിടെ ഇവിടെ എല്ലാം നടന്നു. പിന്നെ
അവളുടെ അമ്മയുടെ വീടെല്ലാം ഞാൻ കാണിച്ചില്ലേ, വിവരങ്ങളെല്ലാം കാണിച്ചു. സുഖമാണ്, നമുക്ക് സുഖമാണ്. കാരണം ബസ് സർവീസോ AC റോഡെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇടയ്ക്കല്ലേ അവർ അവിടെയൊക്കെ നന്നാക്കുകയും ചെയ്തത്, അടിപൊളിയായി റോഡാക്കിയത്. അപ്പം അങ്ങനെയൊക്കെ കഥകളും പറഞ്ഞ് ഞങ്ങൾ വൈകിട്ടായത് അറിഞ്ഞേയില്ല. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു. എന്നാ പറയാനാ. ഇനിയിപ്പോൾ മൂത്തേച്ചി വരും ഇടയ്ക്ക്, അവൾ വരുമല്ലോ ഇടയ്ക്ക്. പിന്നെ അമ്മ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഒരു വരവിൻ്റെ സമയം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അമ്മേനെ അമ്മയോട് ഞാൻ ചോദിച്ചു എന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് കുറച്ചുകൂടെ നിന്നിട്ട് വന്നാൽ പോരെ. ഞാൻ പറഞ്ഞു മതി, ഇറങ്ങുമല്ലോ മതിയെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ആഗ്രഹം തീർന്നിട്ട് പറയും. അപ്പം ഒന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ട് വരും, അതല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവിടും, എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ജോലികളിലോട്ട് പോകാം. രാവിലെ അപ്പം ഇതൊക്കെയായിരുന്നു പരിപാടി. ഇവിടെ അലമാരി കാണിക്കാം. ഇവന്റെ കാര്യം, ഇവൻ എവിടെ പോയി? കള്ള. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ എന്നോട് സാറ്റ് കളിക്കാന്ന് പറയും. ഇവൻ എന്നെ സുഖമാണെന്ന് എനിക്കറിയത്തില്ല. സാറ്റ് കളിക്കാം എന്നും പറഞ്ഞ് അവൻ പാത്തിരുന്നേ. ഞാൻ പറഞ്ഞു സാറ്റൊന്നും കളിക്കുന്ന ഞാൻ വീഡിയോ പിടിക്കുമെന്ന് പറയാം. വാമ്മേ, നാളെക്കേടാ അതൊക്കെ പിടിക്കുന്നതെന്ന്. എങ്ങനെയുണ്ട്? അവനെ കണ്ടില്ല. പക്ഷെ എവിടെ ആയിരുന്നടാ നീ ഒളിച്ചിരിക്കുന്നേ? ഒളിച്ചിരിക്കുന്ന ആളോട് ചോദിക്കുക എവിടെ ഒളിച്ചിരിക്കുന്നത്. ഞാനേ കുളി കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ, എൻ്റെ തലമുടി ഒന്ന് ചീകിയൊക്കെ ക്ലിപ്പെല്ലാം കുത്തിയിട്ടേക്കാന്ന് വിചാരിച്ചേ. എന്നിട്ട് ജോലി ചെയ്യാലോ എന്നോർത്ത് ചീകാൻ വേണ്ടി എടുത്തതാണേ. മൊത്തം ജട. എന്താ പറ്റിയെന്നറിയാവോ? ഞാൻ ഇതിലാണ് എൻ്റെ മുടി കെട്ടി വെച്ചിട്ട് യാത്ര ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെയുള്ള കുറേ ആൾക്കാരെന്നോട് പറഞ്ഞു, എന്നോട് സ്നേഹമുള്ളവർ പറഞ്ഞു, ആൻറ്റി മുടി എങ്ങനെ കെട്ടി വെക്കണ്ട, ഇങ്ങനെ ആൻറ്റിക്ക് ഇങ്ങനെ പൊക്കി ക്ലിപ്പിട്ട് വെക്കുന്നത് നല്ലതാ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഞാൻ ഓർത്തു ശരി, എല്ലാവരുടെയും പരിഗണന അനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് ഇന്നലെ കിടങ്ങറയിൽ പോയപ്പോൾ മുടിയൊക്കെ വലിയ കുതിരയുടെ വാല് പോലെ കെട്ടിയൊക്കെ വെച്ച് പോയതാണ്. ഇന്നലെ രാത്രി ഒന്ന് മുടി ചീകിയില്ല. രാത്രി ഒന്ന് ചീകിയാൽ മതിയായിരുന്നു, ഇന്നലെ ചീകിയില്ല. നിറച്ച് ചെട. ഇത് കണ്ടോ, ഭയങ്കര ചെടയാ. ഇത് കണ്ടോ കിടക്കുന്നുണ്ടോ? അതുപോലെ ഞാൻ മുടി വളരുന്ന ഒരു മുട്ടയുടെ ഒക്കെ തേച്ചൊരു എന്നായിരുന്നു വ്ളോഗ് ഇട്ടിട്ടില്ലായിരുന്നോ? അപ്പം അതിനെനിക്ക് എന്തോ 4 3 എത്രയും കൂടെ വന്നിട്ടുണ്ട് വ്യൂസ്. എല്ലാവരും കണ്ടിട്ട് ചിലവരുടെ കമൻറ്റ്, ഞാൻ ഈ പഴയതിൻ്റെ വീഡിയോയുടെ കമൻ്റ് ഒന്നും പിന്നെ നോക്കത്തില്ല കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് റീപ്ലൈയും കൊടുക്കത്തില്ല, കാരണം അങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ. 2 ദിവസമായ കമൻറ്റ് മാത്രമേ ഞാൻ റീപ്ലൈ കൊടുക്കത്തുള്ളൂ കേട്ടോ. കാരണം പുറകോട്ട് നമുക്ക് പോയാൽ നമ്മുടെ സമയമെല്ലാം വെറുതെ പോകും. അയ്യോ എൻ്റെ മുടി ഇത് കണ്ടോ, മുഴുവൻ ചെടയായി. അന്നേരം ഞാൻ വൈറ്റ് സ്റ്റുഡിയോ ഇല്ലേ, നമ്മുടെ സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോൾ കുറെ കമന്റുകൾ കിടക്കും. അവിടെ നോക്കുമ്പോൾ അറിയാലോ പുതിയ കമന്റ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ. അങ്ങനെ ചിലപ്പോൾ എടുത്തൊന്ന് നോക്കും കേട്ടോ. നോക്കിയപ്പോൾ ഉണ്ട് എന്നാ മുടിയുടെ ഇത് പറഞ്ഞേക്കുന്നേ, മുടിയുടെ അതിനകത്ത് കുറേ കമന്റുകൾ. എന്നെ ബാക്ക് എന്നാ കാണിക്കാത്ത മുടിയുടെ ബാക്ക് വശം ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ തട്ടിപ്പാന്നുള്ള രീതിയിൽ ഞാൻ എന്നാ തട്ടിപ്പ് കാണിക്കാന്. അതുമല്ല, എൻ്റെ മുടി ഇത്ര വളർന്നെന്നും പറഞ്ഞാൽ കാൽപാദം വരെയുള്ള മുടിയൊന്നും ഇല്ലല്ലോ. ആകെ കഴുത്തിന്റെ താഴെ ശകലം ഒരിച്ചിരി വളർന്നു. അതാണ് ഈ കാണിക്കുന്നത്. അത് സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് തന്നെ. അപ്പോഴത്തേക്ക് ആൾക്കാരിട്ടേക്കുന്നതാണ് തട്ടിപ്പാ, ബാക്ക് കാണിക്കുന്നില്ല. പെണ്ണുങ്ങൾ തന്നെ, പെണ്ണുങ്ങളാണല്ലോ എല്ലാത്തിന്റെ ഇത്. ആണുങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇതെന്ന് പറയുന്നത്. എന്നാ ഇനി പറയാൻ പോലും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ. അപ്പോഴേ ഞാൻ ആ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് കാണിക്കാവേ എൻ്റെ മുടിയുടെ പുറവ് കേട്ടോ. ഇപ്പൊ അത് ചീകുമ്പോ തന്നെ അതാ ഇനി ഒറിജിനൽ മുടി അല്ലെന്നുള്ള, ഒറിജിനൽ മുടി അല്ലെന്നാ ഉദ്ദേശിച്ചെങ്കിൽ താഴെ വരെ കിടക്കുന്ന മുടി ഞാൻ കാണിക്കണ്ടേ? ഇത് അത്രയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. എൻ്റെ ഒറിജിനൽ മുടി തന്നെയല്ലേ ഞാൻ കാണിച്ചേക്കുന്നത്. പിന്നെ എന്താ അങ്ങനെ കമന്റ് ഇട്ടേ നമുക്കറിയത്തില്ല. പിന്നെ ആരാണ്ട് എഴുതിയേക്കുന്നു മുടി അഴിച്ചിട്ടതിൻ്റെ ആണോ എന്നാന്നറിയത്തില്ല, കല്ലിയങ്കാട്ട് നീലിയെ പോലെ ഉണ്ടെന്ന്. എന്നാ പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ലാത്ത ആളാ കേട്ടോ. അങ്ങനെയുള്ള യാതൊരു ഇതും ഇല്ല. എനിക്ക് അത് ഫീലും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷെ മുടിയുടെ കാര്യത്തിൽ
കള്ളത്തരം എന്ന് പറഞ്ഞത് എനിക്കൊരു വല്ലാത്ത ഇതായിപ്പോയി. കാരണം നമുക്ക് അങ്ങനെ കള്ളത്തരം കാണിക്കാൻ വേണ്ടി മുടി ഒത്തിരി ഇല്ലല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ മുടി ഉള്ളവരൊക്കെ തോഴവരെയൊക്കെ കാണിച്ചിട്ടെങ്കിൽ ശരി, അവർ കള്ളത്തര കാണിച്ചെന്ന് പറയാം. ഇതെന്തോന്നാ, ഇത് ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ എൻ്റെ മോനെ കൊണ്ട് തന്നെ ബൈക്ക് എടുപ്പിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ പറ്റത്തില്ല. അതാണ് അന്നേരമൊക്കെ ഞാൻ എടുക്കാത്ത. അപ്പം ഞാൻ കാണിച്ചു തരാവേ. പറഞ്ഞവർക്ക് വേണ്ടി മാത്രമാട്ടോ, അല്ലാത്തവരൊന്നും എന്നെ പറയാറുമില്ല. എല്ലാവർക്കും എന്നെ അറിയുകയും ചെയ്യാം. പറഞ്ഞവർക്ക് വേണ്ടി മാത്രം കാണിക്കുക കേട്ടോ. അപ്പോഴേ എന്റെ മുടിയുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുടിയുടെ ബാക്ക് കാണിക്കണം. ഇതാ മുടിയുടെ ബാക്ക് കേട്ടോ. ഇതാണ് മുടിയുടെ ബാക്ക്. ഇപ്പൊ വിശ്വാസമായോ? അപ്പൊ നമുക്കിനി ഒരു പുളിശ്ശേരി ഏതായാലും ഉണ്ടാക്കി വെച്ചേക്കാം. പുളിശ്ശേരി എല്ലാം തീർന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി എടുത്ത ശകലം ജീരകവും കൂടി ഇട്ട് പച്ചമുളകും വെള്ളരിക്കയും കൂടി ഇട്ടുള്ള പുളിശ്ശേരി വെക്കാവേ കേട്ടോ. വെള്ളരിക്കയും പച്ചമുളകും കൂടെ കീറിയിട്ട് ഉള്ള പുളിശ്ശേരി വെക്കാം. അതുകൊണ്ട് അരപ്പിന് മഞ്ഞപ്പൊടി ശകലം ജീരകവും മാത്രമേ അരക്കത്തുള്ളേ. അപ്പൊ അത് അരച്ചോണ്ട് വരട്ടെ. ഇതിനകത്ത് എടുത്തു. ഇതില്ലേ നമ്മുടെ ജീവിതം പോക്കാം അല്ലേ. ജീവിതം പോക്കൊന്നും അല്ല, കല്ലേലും വരയ്ക്കാം. എളുപ്പത്തിനുള്ള ഇതാ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പുളിശ്ശേരിയുടെ അരപ്പൊക്കെ അരച്ചു വെച്ചായിരുന്നു കേട്ടോ. അതേ വെള്ളരിക്കയും പച്ചമുളകും കൂടെ വേഗം വെക്കാം നമുക്ക്. വെച്ചു ഒരു വിസിലടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ബീൻസ് മെഴുക്കോട്ടിക്ക് അരിയട്ടെ. അപ്പൊ നമ്മുടെ ബീൻസ് എല്ലാം നമ്മൾ അരിഞ്ഞു കേട്ടോ. ബീൻസ് കഴുകി ഇങ്ങോട്ട് വെച്ചേക്കുവാണ്. നമുക്ക് ഇട്ട് കൊടുത്ത് മെഴുക്കോട്ടെ. കുറേ അരിഞ്ഞിട്ടുണ്ട്. എന്തിനാന്ന് നാളെ പറയത്തുള്ളൂ. ഒത്തിരി അരിഞ്ഞത് ഒന്ന് വേവിച്ച് കുറച്ചെടുത്ത് മാറ്റി ഞാനൊന്ന് വെക്കും. ഇപ്പൊ പറയത്തില്ല, നാളെ പറയത്തുള്ളൂ. എന്തിനാന്നുള്ളത് ബീൻസ് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ സവാളയും കൂടെ അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കാം. സവാള അരിയുന്ന കാര്യത്തിൽ പിന്നെ നമ്മൾ മിടുക്കരാണല്ലോ എല്ലാവരും. സവാള അരിഞ്ഞരിഞ്ഞരിഞ്ഞാണ് നമ്മൾ ഈ പരിവായത് അല്ലേ. വഴറ്റി വഴറ്റി ഇത് പിന്നെ വഴറ്റുണ്ട്, ഇതിനകത്തോട്ട് ഇട്ടാൽ മതിയല്ലോ. എല്ലാവർക്കും ചോറൊക്കെ ആയോ? ഞങ്ങളെ ചോറൊക്കെ ആയി. ഇനി പുളിശ്ശേരി അരച്ചു വെച്ചിട്ടുണ്ട്. പുളിശ്ശേരിയുടെ അല്ല വേവിച്ചും വെച്ചേക്കും ചേർത്താൽ ഇത് മുത്താൽ മതി. ഇത്രയോട് കാര്യം. ഇനി ഉപ്പ് ഇട്ട് നമുക്ക് വെച്ചേക്കാം. ഉപ്പിടണേ. ഈ ഉപ്പിനകത്ത് എന്തൊക്കെയോ മായം ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. ആരാണേലും മായം ചേർക്കുന്നവരെല്ലാം ഇങ്ങനെ സംഭവം അറിയത്തില്ല. ഇത് നമുക്ക് ചെറിയ അടുപ്പി വെക്കാവേ. അതാകുമ്പോ ചെറിയ തീര് അവിടെ നിന്ന് പതുക്കെ വേകണം അല്ലേ. പതുക്കെ തീടണം. ചൂട് കഴിച്ചു കൊടുക്കാം. നമ്മുടെ പപ്പടം വച്ച് വെളിച്ചെണ്ണയും കൂടെ ഉണ്ട്, അതും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. അവിടെ ഇരുന്ന് പതുക്കെ വേഗേ. ഇച്ചിരി ഇതും കൂടെ ഉണ്ട്. അങ്ങനെ അത് കിട്ടും. ഇനി നമുക്ക് പുളിശ്ശേരിയുടെ ചേർത്തേക്കാം അല്ലേ. ഇതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ വെള്ളരിക്കയും പച്ചമുളകും എല്ലാം വെന്തു. നമുക്ക് അരപ്പരച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. തവി എടുത്തില്ല. ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്തു.
നമ്മുടെ തൈര് ഇവിടെ കഴുകി വെച്ചേക്കാം. തൈര് ഒഴിച്ചേക്കാം. 2 ഇച്ചിരി കഴുകി എടുത്തോണ്ട് വരാം. കഴുകിയെടുത്തു. നമുക്കെല്ലാം ഉണ്ടോ നോക്കട്ടെ. എല്ലാം ഉണ്ട്. ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് കടുകും വറുത്ത് മാറ്റാം. അപ്പം നമ്മുടെ പുളിശ്ശേരി ചൂടായി. നമുക്ക് കടുകും കൂടെ വറുത്തേക്കാവേ. കടുകും മുളകും ഉലുവയും കൂടെ ഇട്ട് കൊടുത്തേക്കാം. കറിവേപ്പില കൊടുത്തു. പുകയെന്നൊക്കെ തോന്നുന്നു കേട്ടോ. പുകയ്ക്കൊന്നും പുകയെന്നൊന്നും ഇല്ല പാത്രത്തിൻ്റെ. അത് റെഡിയായി. കടുകും വറുത്തു നമുക്ക് ഒഴിക്കാം. അത് കഴിഞ്ഞു. പുളിശ്ശേരി ഓക്കെ. ഇവിടെ മെഴുക്കുവരട്ടി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നേരമായില്ലേ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നെ ഇളക്കോ നടക്കണമെന്ന് ബഹളം വെക്കുമായിരുന്നു. അപ്പൊ അടുത്ത വേറെ അത് നാളെ പറയത്തുള്ളൂ. ഇതാ കാണോ, കാണിക്കത്തില്ല. നാളെ കാണിക്കത്തുള്ളൂ. നാളെ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറഞ്ഞു. ആർക്കെങ്കിലും ഇത് മനസ്സിലായെങ്കിൽ കമന്റ് ഇടണേ. ഇത്രേ കാണിക്കത്തുള്ളൂ. അപ്പൊ പറയത്തില്ല, നാളെ പറയത്തുള്ളൂ. നാളത്തെ കാര്യം നാളെ പറയത്തുള്ളൂ. അത് ഉള്ളത്തില്ലല്ലോ. ഇതൊന്ന് വേവിക്കട്ടെ. അതിനൊന്ന് അരച്ചുടാക്കണം. ഇത് വേഗട്ടെ, നാളെ പറയത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് ചീറ്റിയേ, ഇത് നാളെ പറയത്തുള്ളേ. പിന്നെന്തായാലും നാളെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. വേറെ എന്തോ പറഞ്ഞു. മെഴുക്കുവരട്ടി എത്രയും വെച്ചത് നാളെ പറയത്തുള്ളേ. കുറച്ച് വേവിച്ച് മാറ്റി വെച്ചേ. നാളെ പറയത്തുള്ളേ. നാളെ പറയത്തുള്ളൂ. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, രസമില്ല അല്ലേ. നാളെ പറയാം. നാളെ നിങ്ങളോടല്ലാതെ ഞാൻ ആരോടെ പറയുന്നു അല്ലേ. മുന്തിരിങ്ങ നല്ല മധുരം. കടങ്ങറ ചെന്നപ്പോ അവള് കുറെ മുന്തിരിങ്ങ എടുത്തു വെച്ചാ. എന്താ ദൈവമേ, ഒരു കൂന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വർത്താനത്തിന്റെ സ്പിരിറ്റിന് രണ്ടും കൂടെ മൊത്തം ഇരുന്ന് തിന്നു. ആണുങ്ങൾ ഇതുവരെ തിന്നു. ചേട്ടന്മാർക്കും കൊണ്ട് കൊടുത്തു. പറഞ്ഞ അവളോട് എടുത്തോണ്ട് മുന്തിരിങ്ങായിക്കൊരു കുഴപ്പം എനിക്കുണ്ട്. എനിക്ക് തന്നെയല്ല, അവളും എന്നോട് പറഞ്ഞു അങ്ങനെയാണ്. അയച്ചേച്ചിയും പറഞ്ഞത് തന്നെയാണ്. കഴുകി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാലും കുത്തിന്നതില്ല, തണുപ്പല്ല, നമുക്ക് പിടിക്കത്തില്ല. അന്നേരം കഴുകി പുറത്തെങ്ങാനും വെച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് വരുമ്പോ തിന്ന് വയറ് നിത്യ ഗർഭിണികളെ പോലെ. എന്നിട്ട് ചോറധികം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചോറ് ചെല്ലുവോ? മുന്തിരിങ്ങായും ജ്യൂസും എല്ലാം മുഴുവൻ കുടിച്ച് വയറ് വീർപ്പിച്ച് വെച്ചേക്കുവാ. ചില അമ്മമാരൊക്കെ പറയേ എന്റെ പിള്ളേരൊന്നും കഴിക്കത്തില്ല. ഞാൻ അങ്ങനെ പറയത്തില്ല.
എൻ്റെ ഇളയ മകൻ ചോറിന് മുമ്പായിട്ട് കുറേ ബിസ്ക്കറ്റ്, ഇവിടെ ഒരു പാത്രമുണ്ട് ഇത്ര ഉള്ള കാണിച്ച ഇതിനകത്ത് അവന്റെ സാധനങ്ങളാണ്. എപ്പോഴും ഇതിനകത്ത് നിറച്ചു വെച്ചേക്കും. ചേട്ടന്റെ വീക്ക്നെസ് അത് നിറച്ചു വെക്കുന്നത്. അവൻ തിന്നും. അന്നേരം പിന്നെ ചേട്ടൻ അവനെ കാണാതെ വെക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. കബോർഡിനകത്ത് അവിടെ അറിയത്തില്ല, തപ്പേണ്ട ആവശ്യമില്ലല്ലോ, കിട്ടുമല്ലോ സമയത്തിന്. അന്നേരം വയറ് മുഴുവൻ നിറച്ച് ഓറിന് കണ്ണൊക്കെ വഴക്കുറയായിരുന്നു. കൊച്ചിനൊന്നും ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. ഒരുവിധം ആയ പിന്നെയാണ് അങ്ങനെ തന്നെ. ഒരു തീരെ കൊച്ചിലൊക്കെ വഴക്കിട്ടും കൊടുക്കും. എന്റെ കുഴപ്പം തന്നെ, ഞാൻ കുറെ അങ്ങ് കൊടുത്ത് അങ്ങനത്തെ ഒക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകും. പിള്ളേരെ കൊണ്ട് കുഞ്ഞുവാവയായിരിക്കും ചേട്ടന് നിർബന്ധം. പുതിയ സിനിമ ഇറങ്ങുമ്പോൾ പോയി കണ്ടോണം. അവിടെ ആയിരിക്കുമ്പോഴും അമ്മയും മക്കളും അമ്മൂമ്മയും കൂടെ പൊക്കോണം. വിളിച്ചു പറയും സിനിമയ്ക്ക് പൊക്കോണം കൊണ്ടുവന്നത്. ഓ എനിക്കാണെങ്കിൽ പിള്ളേര് മൂത്തതിന് ഇഷ്ടമാണ് സിനിമ. കുഞ്ഞായിരുന്നപ്പോൾ കണ്ടോണ്ടൊക്കെ എത്തി. ഇളയ സാധനത്തിനുണ്ടല്ലോ താല്പര്യമില്ല, പുള്ളിക്കാരൻ ഇഷ്ടമാണ് വരുന്നത്. എന്തിനാണെന്നറിയാമോ? സിനിമ കാണാൻ തുടങ്ങുമ്പോൾ തൊട്ട് കുറേ സാധനങ്ങൾ കെട്ടുംപടി ആഞ്ചാൻ അകത്തോട്ട് തിയേറ്ററിൽ കയറുന്നത്. അത് ഫുൾ തീരുമ്പോഴത്തേക്കാണ് സിനിമ തീരുന്നത്. അതുപോലെ തിന്നുകൊണ്ടിരിക്കും അവൻ. മൂത്ത എപ്പോഴും ഒരു സൈസ് തന്നെ, അങ്ങനെ തിരിച്ചൊന്നും വേണ്ട. ഇവന് ചോറല്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ചോറുണ്ണാൻ സമയം അമ്മ ചോറ് വേണ്ട. ഇതുപോലെ പല മക്കളും ഇതുപോലാണേ. എന്നിട്ട് പറയുന്നതന്നെ എൻ്റെ മകൻ ഒന്നും തിന്നത്തില്ല. പക്ഷെ എന്താ തിന്നാത്തൊരു കാരണം? ഞാൻ തിന്നത്തില്ലെന്ന് പറയത്തേയില്ല. അതിനു മുന്നേ വയറ് വീർപ്പിച്ച് വെച്ചേക്കാം. പിന്നെ എവിടെ ചെല്ലാനാ? ഞാൻ മക്കള് തിന്നത്തില്ലെന്ന് പറയത്തേയില്ല. മക്കള് വേറെ സാധനങ്ങൾ തിന്ന് വയറ് വീർപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തവളയും കണക്കല്ലേ, തവള മുന്തിരിങ്ങ മുഴുവൻ തീർത്തു. ഇതിനോട് അവന് താല്പര്യമില്ല. ഞാൻ എന്നിട്ട് പറയും അവിടെ ബിസ്ക്കറ്റിലൊക്കെ അത്രയും നല്ല ഫ്രൂട്ട്സ്, ആ ഫ്രൂട്ട്സ് അതിനകത്തോളം. മൂത്തവന് ഇഷ്ടം ഓറഞ്ച് പിന്നെ ഇഷ്ടം കേട്ടോ. മുന്തിരിങ്ങ ഇടയ്ക്കെങ്ങാണൊക്കെ ഒന്ന് തിന്നെങ്കിലേ ഉള്ളൂ. കഴുകാൻ വെള്ളത്തിൽ വേറെ ഇട്ടിട്ടുണ്ട്. ഇത് നേരത്തെ ഇരുന്ന മുന്തിരിങ്ങയായിരുന്നു. എൻ്റെ ആരോഗ്യ രഹസ്യം മുഴുവൻ ബേക്കറി എന്ന് പറയും ഞാൻ തൊടത്തില്ല. എനിക്കിഷ്ടമെല്ലാം തിന്നത്തില്ല, മധുര സാധനം തിന്നത്തില്ല. ഫ്രൂട്ട്സും ജ്യൂസ് എന്ന് പറഞ്ഞാൽ ശീതളപാനിയൊന്നുമല്ല, അല്ലാത്ത ജ്യൂസില്ലേ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ, ആ ജ്യൂസ്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും തിന്നത്തില്ല. അപ്പൊ എനിക്കും വേറെ ഏകദേശം വളർന്നു. പിന്നെ നമ്മുടെ ഒരു ജോലി തീർക്കാൻ ചേട്ടൻ്റെ ഒപ്പം ഇരുന്ന് ചോറും, അതാണ് അല്ലേ? ചേട്ടൻ ദേഷ്യം വരും. ഈ സാധനം വെന്തിരിക്കുവാണ്. ഇതിന് ചേർത്ത് മാറ്റി വെക്കുവേ, നാളത്തേക്കാണ്. വൈകിട്ടാകുമ്പോൾ ഫ്രിഡ്ജ് ഉച്ച കഴിയുമ്പോൾ ചൂടല്ലാതെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. അങ്ങനെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നാളെ വെക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളുമായി പുളിശ്ശേരി, മീൻകറി, മെഴുക്കുവരട്ടി, ഇത് ഇനി ഒരു സാധനങ്ങളുണ്ട് വെക്കാൻ. അത് വൈകിട്ടേ ഉള്ളേ. ഏതാണെന്നറിയാം, പണത്തിനാ. ഇതാ എന്നാ മനസ്സിലായില്ല എല്ലാവർക്കും? ഇതിവിടെ വൈകിട്ട് വെച്ച് വെക്കണം, നാളത്തേക്കാണേ. അപ്പം നാളത്തേക്കായി, ഇത് നാളത്തേക്കായി. പുളിശ്ശേരി എന്ന് വെച്ചിട്ടുണ്ട്, അത് നാളത്തേക്കുണ്ട്. പിന്നെ എന്നാ നാളെ മീൻ എടുക്കത്തില്ല. അപ്പം ഇന്നായിരിക്കും. ഇത്രയൊക്കെ ആയി. ഇനി ബാക്കി ഉണ്ണാൻ നേരം കാണാം കേട്ടോ. ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണാൻ സമയമായി കേട്ടോ. എല്ലാവരും ചോറുണ്ടോ? ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാട്ടോ. ഒരു ബാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേ, ബാറ്റ് മോഡലിലാണ്. അന്നേരം കഴിക്കട്ടെ. അപ്പം നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്കിനി പൂക്കൾക്കൊക്കെ വെള്ളം ഒഴിക്കാം. ചായ കൂടി കഴിഞ്ഞു. മണി 4:30 4:45. ഇനി പൂക്കൾക്കെല്ലാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ നിർത്താൻ സമയമാവും. ഈ ചെടി ഇവിടെ വെച്ചപ്പോൾ ഇതിന് വാട്ടോ ഇല്ല, ഒന്നുമില്ല കണ്ടോ. അല്ലാത്തപ്പോൾ അതിനെപ്പോഴും അത് കരിഞ്ഞ് ഇതായിട്ട് നിൽക്കത്തുള്ളായിരുന്നു കേട്ടോ. എന്നാ പറയാനാ, ഓരോന്നിനും ഓരോ സ്ഥലത്ത് നിൽക്കേണ്ട സമയമുണ്ടല്ലേ.
അപ്പം നമ്മുടെ ചെടി എല്ലാവരും ഈ സമയം ചെടിക്ക് വെള്ളം ഒഴിക്കലല്ലേ. ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മളെന്ത് വെള്ളം കുടിക്കുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് ഞാൻ ഡെയിലി ചൈനീസ് ഓറഞ്ച് ജ്യൂസ് കലക്കി കുടിയകലാണ്. ഇതിനൊക്കെ ഫിഷ് അമിനോ ഇട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ പൂക്കളൊക്കെ ആവുമേ. ഈ സമയം എല്ലായിടത്തും പൂവുണ്ടാകുന്ന സമയമാണ് അല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ്. പൂക്കളോട് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്. എനിക്ക് കൃഷിയോടാണ് കൂടുതലിഷ്ടം. പിന്നെ പൂക്കളൊക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഉള്ള പൂവിനെ നശിപ്പിക്കത്തൊന്നുമില്ല. അതിനെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച് തന്നെ എടുക്കും. ഇപ്പം നമ്മുടെ പൂക്കളൊക്കെ നല്ല ഭംഗി വന്നിട്ടുണ്ട്. ഈ ചൈനീസ് ഓറഞ്ചെന്ന് എന്നും ഈ ചൈനീസ് ഓറഞ്ച് കലക്കി കുടിച്ച് ചൈനീസ് ബോൾസ് എന്ന് പറയുന്നതിന് പകരം ചൈനീസ് ഓറഞ്ച് എന്നാണ് പറയുന്നത്. ചൈനീസ് ബോൾസത്തിൻ്റെ സ്ഥാനം മാറ്റിക്കൊണ്ട് ഇപ്പം എല്ലാവർക്കും സന്തോഷമായ. ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഫുള്ള്, ഞാനിതൊന്നും പറയാറില്ലല്ലോ, എന്ത് തൂക്കാനുണ്ടെന്നറിയാം എനിക്ക്. അത് ഫുള്ള് ഞാനിപ്പോൾ തൂക്കും. ഒരു 4:45 തുടങ്ങി 5:45 വരെ തൂപ്പ. അതാണ് എൻ്റെ പരിപാടി. ജാതിയുടെ ഈ സൈഡും മാവിൻ്റെ സൈഡ് മിറ്റം മുഴുവൻ ഇതെല്ലാം തൂക്കും. ഈ റോസപ്പൂ ഉണ്ടല്ലോ, എപ്പം വെച്ചാലും കിളുത്തോളൂന്ന് അവർ പറഞ്ഞു കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത റോസപ്പൂവാണ്. എവിടെ വെച്ചാലും കിളുത്തോളും. എപ്പോഴും പൂവുണ്ടാവും. ഇത് നിറച്ച് പോവാം. ഇനിയിപ്പം ഇന്ന് വെള്ളം ഒഴിച്ച ഉടനെ തൂക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യണം. അതായത് പൂ വന്നതൊക്കെ കട്ട് ചെയ്യണം. അല്ലെങ്കിലുണ്ടല്ലോ അത് ഇതൊക്കെ കട്ട് ചെയ്യാറായി നിൽക്കുക. പൊട്ടിക്കിളുക്കണ്ടേ. ഇത് പിന്നെ തീർന്നിട്ടില്ല. പിങ്ക് കളർ, നല്ല കളറല്ലേ ഇത്. പിങ്ക് കളർ ഇതെല്ലാം നിറച്ചുണ്ടാവുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഉണ്ടാവുന്ന ടൈപ്പിൽ നമ്മൾ മേടിച്ച് നാടൻ ടൈപ്പ്, അതായത് ബഡ് ചെയ്യാത്ത ടൈപ്പിൽ മേടിച്ച് വെച്ചാലുണ്ടല്ലോ പൂക്കളുണ്ടായിക്കോളും കേട്ടോ. എല്ലാ സമയം നമ്മളെ പറ്റിക്കും. ചിലയിടത്തൊന്നും ചിലതെങ്ങനെയാണെന്നറിയാമോ, അവരുടെ ചിലവാകാൻ വേണ്ടിയിട്ട് ബഡ് ചെയ്ത സാധനം നമുക്ക് തരും. അതൊന്നും ഉണ്ടാവത്തില്ല. ഇത് നാടനാ കേട്ടോ. ഇത് നാടൻ റോസേ. ഇഷ്ടംമാതിരി പൂവുണ്ടാവുന്നുണ്ട്. ഇത് ചെത്തിയാണേ. ഇത് നിറച്ച് കൊലകൊലയായിട്ടുണ്ടാകുന്ന ചെത്തി. ഇത് നാടൻ റോസയാണ്, വെള്ള കളറിലെ റോസ. അതും ഇഷ്ടംമാതിരി ഉണ്ടായിക്കോളും. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇനിയുണ്ട് എനിക്ക് ചെടികൾ. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട്, കാണിച്ചേക്കാം അല്ലേ. ഇത് ഇവിടാണ് തൂത്ത് വരണം എന്ന് പറഞ്ഞത്. ഇവിടെ കണ്ടോ കിടക്കുന്ന കണ്ടോ, ഡെയിലി ഇതാ പരിപാടി. ഇതേ ഇവിടെയുണ്ട്. ഇത് നല്ലതല്ലേ. ഇന്ന് ജീന കൊങ്ങിണിപ്പൂ കാണിച്ചേ വരണേ. അത് നല്ലൊരു കളറാണ് കേട്ടോ ജീന. ഇതും നല്ല കളറാണ് ജീന. എനിക്ക് ജീനയുടെ ഒരു കൊങ്ങിണിയുടെ കമ്പ് എനിക്കും താ. ഞാൻ ജീനയ്ക്ക് ഇതിൻ്റെ കമ്പും തരാം കേട്ടോ. പിന്നെ നമ്മുടെ ഇതൊരു കൊങ്ങിണിയല്ലേ, മഞ്ഞ. അതും നല്ലതാണ്. കൊങ്ങിണിപ്പൂ എല്ലാം നല്ല ഭംഗിയാണ് കാണാം അല്ലേ. അന്നാ സമയം കാട്ടി വളരുന്ന കൊങ്ങിണിപ്പൂവിന് മുള്ളുണ്ട്. നമ്മുടെ ഇതിനൊന്നും മുള്ളില്ലല്ലോ. ഇതൊക്കെ നല്ല കൊങ്ങിണികളാണ്, മുള്ളില്ലാത്ത കൊങ്ങിണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പച്ചമുളകുണ്ട്. ഇത്ര പച്ചമുളക് ഏതെന്ന് പറിച്ചെന്നറിയാവോ. എൻ്റെ അമ്മയ്ക്ക് പുച്ഛമാണ് പച്ചമുളകൊക്കെ. ചെടി അമ്മയ്ക്ക് പ്രാന്ത്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പച്ചമുളകിനെ ഇവിടുന്ന് മാറ്റത്തില്ലെന്ന് പറഞ്ഞു. ചിലപ്പോൾ എന്നോട് പറയേ, എടി ആ പച്ചമുളകിൻ്റെ സാധനം വേറെ എടുത്തോട്ട് ഞാൻ പറഞ്ഞു വേണ്ട, ആ പച്ചമുളക് അവിടെ തന്നെ ഇരുന്നോട്ടെന്ന് പറയും. രസമുണ്ടല്ലേ അമ്മമാരുടെ കാര്യങ്ങൾ. അപ്പം എന്തേ ഇതുകൂടെയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ രാത്രിയിൽ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുവാണ്. ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ഇനി പുതിയൊരു വീഡിയോ, ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബൈ ബൈ.